വീസ് തന്നെ സർവകലാശാലയിൽ ഇരിക്കുന്നത് സംഘപരിവാറിന്റെ മുകളിൽ ചാഞ്ഞു കയറിയിട്ടാണ്. അങ്ങനെ സംഘപരിവാറിന്റെ മുകളിൽ ചാഞ്ഞു കയറിയിരിക്കുന്ന വീസിയുടെ മുകളിലേക്ക് ചാഞ്ഞു കയറിയിരിക്കുന്നവരാണ് ഇവിടുത്തെ സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാരൻ. നാം ചോദിക്കേണ്ട ഒരു ചോദ്യമില്ലേ? എല്ലാത്തിലും പ്രതികരിക്കുന്നവരാണ് സേവ് യൂണിവേഴ്സിറ്റിക്കാരൻ. SFIക്കാരൻ വന്നാൽ, ഇവിടെ ഇടതുപക്ഷക്കാരൻ വന്നാൽ എന്തിനോടും പ്രതികരിക്കുന്നവരാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാരൻ. ഒരു വിദ്യാർത്ഥിയെ, ഒരു ദളിത് വിദ്യാർത്ഥിയെ ഇവിടെ സർവകലാശാല റിസർച്ച് ചെയ്യുന്നതിന് പേരിൽ ആ റിസർച്ചറെ ഒറ്റപ്പെടുത്താൻ, ജാതീയമായി ആക്ഷേപിക്കാൻ ഇവിടുത്തെ ഒരു ഡീൻ തീരുമാനിച്ചിട്ട് ഒരു പ്രതികരണം, ഒരു പ്രതിഷേധം ഇവിടുത്തെ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഭാഗത്തുനിന്ന് വന്നോ? അപ്പൊ ഇവരെല്ലാം ഒരു ടീമാണ്. സേവ് യൂണിവേഴ്സിറ്റി ഫോറവും RSSും മോഹനും കുന്നുമലും കൂടി ചേരുന്ന ഒരു കോണമാണ് ഇവിടെ യൂണിവേഴ്സിറ്റി നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വളരെ ഉത്തരവാദിത്തോടെ ഞാൻ പറയുന്നു, സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളുമായി നിരന്തരം കൂടിയാലോചന നടത്തുന്ന ആളാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ മോഹനും കുന്നുമൽ. ആ കൂടിയാലോചനയ്ക്ക് ഒത്താശ വഹിക്കുന്നത് ഇവിടുത്തെ RSS ആണ്. ഇടതുപക്ഷ നയങ്ങളെ തകർക്കാൻ, ഇടതുപക്ഷത്തിന്റെ പുരോഗമന വിദ്യാഭ്യാസ ഭാഗത്ത് തകർക്കാൻ ഇവിടുത്തെ എല്ലാ പിന്തിരിപ്പന്മാരും, അരാഷ്ട്രീയവാദികളും, മൂരാച്ചികളും, വർഗീയവാദികളും കൂടെ ചേരുന്ന കാഴ്ചയാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഷ്കളങ്കമായൊരു ചോദ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു RSSകാരൻ ഒരു സർവകലാശാലയുടെ തലപ്പത്തിരുന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് വരെ ചോദിച്ച നിഷ്കളങ്ക ബുദ്ധിജീവികൾ ഈ കേരളത്തിൽ താമസിക്കുന്നുണ്ട്. ആ നിഷ്കളങ്ക ബുദ്ധിജീവികളെ ഞങ്ങൾ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. RSS ഒരു സർവകലാശാല തലപ്പത്ത് കയറിയിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നിഷ്കളങ്കമായി ചോദിച്ച ഈ കേരളത്തിന്റെ മതനിരപേക്ഷതയെ വർഗീയവാദികൾക്ക് വേണ്ടി ഒറ്റുകൊടുക്കുന്ന നിഷ്പക്ഷ ബുദ്ധിജീവികളെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ RSSകാരൻ ഈ സർവകലാശാലയുടെ തലപ്പത്ത് കയറിയിരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഒരു നിർധനനായ വിദ്യാർത്ഥിക്ക് ഈ സർവകലാശാലയിൽ ജാതി അധിക്ഷേപം നേരിടേണ്ടി വന്നതെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എവിടേക്കാണ് ഇവർ സർവകലാശാലയെ കൊണ്ടുപോകുന്നത്? ഓട് പൊളിച്ച്, ഞാൻ ആവർത്തിക്കുന്നു, വിദ്യാർത്ഥികളുടെയോ ഇവിടുത്തെ ജനങ്ങളുടെയോ പിന്തുണയില്ലാത്തവർ ഓട് പൊളിച്ച് സിൻഡിക്കേറ്റ് മെമ്പർമാരായി ചിലരെ ഇതിനകത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പർമാരായി കയറ്റി ഇരുത്തിയിട്ട് ആ മഹാന്മാർ സിൻഡിക്കേറ്റ് യോഗത്തിനിടയ്ക്ക് പുറത്തേക്കിറങ്ങി വന്ന് മാധ്യമങ്ങളോട് പറയുന്നു, ഏത് ആ ജാതി അധിക്ഷേപം നടത്തിയെന്ന് ആരോപണം നേരിടുന്ന, അത് നിഷ്കളങ്കമല്ല എന്നും ആ ആരോപണം സത്യസന്ധമാണെന്നും വസ്തുതാപരമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ഡീനെ സംബന്ധിച്ച് സംഘപരിവാരുകാരിയാണ് ഒറ്റ കാരണത്താൽ ജാതി അധിക്ഷേപം നടത്തിയ ആ സ്ത്രീയെ അനുകൂലിക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു വാചകം ഇവിടുത്തെ മാധ്യമങ്ങൾ കേട്ടതാണ്, ഇവിടുത്തെ കേരള സമൂഹം കേട്ടതാണ്. എന്താണ് BJPക്കാരന്റെ ജാതിവരി എന്ന് തെളിയിക്കുന്നതാണ് ആ വാചകങ്ങൾ. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് ഈ കേരളം. സവർണന്റെ വിവാഹത്തെ പ്രതികരിച്ച് അവർണന്റെ ആ ക്ഷേത്രപ്രവേശന അവകാശങ്ങൾക്ക് വേണ്ടി ജാഥ നയിച്ച മന്നത്ത് പത്മനാഭന്റെ നാടാണ് ഈ കേരളം. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ പഞ്ചമിക്ക് വേണ്ടി വിദ്യാഭ്യാസ അവകാശ പോരാട്ടം നയിച്ച് ഊരുട്ടമ്പലം സ്കൂളിലേക്ക് പഞ്ചമിയുടെ കയ്യും പിടിച്ചു പോയ അയ്യങ്കാളിയുടെ നാടാണ് ഈ കേരളം. ശ്രീനാരായണ ഗുരുവിന്റെ, അയ്യങ്കാളിയുടെ, മന്നത്ത് പത്മനാഭന്റെ നാടായ ഈ കേരളത്തിലിരുന്നാണ് ജാതി പറയാൻ ഒരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ തയ്യാറാവുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്നു, ആ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച്, ജാതി അധിക്ഷേപം, ജാതി പേര് പച്ചക്ക് പറഞ്ഞ് ജാതി തിരിച്ച് വർത്തമാനം പറയാൻ തയ്യാറായപ്പോ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ SFI സഖാക്കൾ പ്രതികരിച്ചു. SFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, ഇനി ജാതി പറഞ്ഞാൽ കാലേവാരി ഭിത്തിയിൽ അടിക്കും എന്നാണ്. സത്യത്തിൽ SFIക്കാരൻ നിലയിൽ അത് ചെയ്യുകയായിരുന്നു വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്ന് ജാതി പറഞ്ഞാൽ, ജാതി തിരിച്ച് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ജാതിബോധം കുത്തിനിറച്ചാൽ അടി വാങ്ങിച്ചിട്ട് ഈ സർവകലാശാലയിൽ നിന്ന് സംഘപരിവാറിന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് പോവേണ്ടി വരുമെന്ന് നിസ്സംശയം പറയാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. അങ്ങനെ നിങ്ങളുടെ ജാതിപരയുടെ കേന്ദ്രമാക്കി കേരളത്തിലെ സർവകലാശാലയെ മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഈ കേരളത്തിന്റെ സർവകലാശാലകളിൽ മതനിരപേക്ഷയുടെ മുദ്രാവാക്യം ഉയർത്തി പോരാട്ടം നയിക്കുന്നവരാണ്. ആ പോരാട്ടത്തെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. RSSകാരൻ വൈസ് ചാൻസലറായി എന്ന പേരിൽ, ഡീൻമാർ RSSകാർ നിയന്ത്രിക്കുന്നവരാണ് ചുരുക്കം പേർ എന്ന പേരിൽ അവരെ ഉപയോഗിച്ച് മതബോധത്തിന്റെ, ജാതിവെറിയുടെ, പച്ചയായ ജാതി അധിക്ഷേപത്തിന്റെ
കേന്ദ്രമാക്കി ഈ കേരള സർവകലാശാലയെ മാറ്റാൻ പരിശ്രമിച്ചാൽ, അങ്ങനെ മാറ്റാൻ പരിശ്രമിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ ഒത്തുകൂടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ടതില്ല. ഇത് വിദ്യാർത്ഥികളുടെ സർവകലാശാലയാണ്, ഇത് കേരളത്തിന്റെ സർവകലാശാലയാണ്, ഇത് മതനിരപേക്ഷ കേരളത്തിന്റെ പാരമ്പര്യവും സ്വത്തുമാണ്. ഇത് കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് പടുത്തുയർത്തിയ സർവകലാശാലയാണ്. ഈ സർവകലാശാല ഒരു സംഘപരിവാരത്തിന്റെയും തറവാട്ട് സ്വത്തല്ല. ഈ സർവകലാശാല ഒരു സംഘപരിവാരത്തിന് മുന്നിലും അടിയറവ് വെക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ച് ഒരു പ്രകടനം ഞങ്ങളുടെ മുന്നിലൂടെ അങ്ങനെ പോയത്. പോലീസുകാരൊക്കെ ബാരിക്കേഡുമായി പോയി, വേണ്ട, വെറുതെ പോകണ്ട, അവര് മൂളുകയേ ഉള്ളൂ, ഒച്ചയൊന്നും ഉണ്ടാക്കില്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. മാധ്യമപ്രവർത്തകർ എന്തോ സംഭവിക്കുന്ന ധാരണയിൽ അങ്ങോട്ട് ഓടിപ്പോയി. പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ സെനറ്റ് യോഗം ചേരുമ്പോ ഇത്രയും ഗൌരവമായ ജാതി അധിക്ഷേപത്തിന്റെ വിഷയം ഈ കേരള സർവകലാശാല ചർച്ച ചെയ്യുമ്പോ ആ സർവകലാശാല യോഗത്തിനകത്ത് വിസിക്കെതിരായി ഒരക്ഷരം മിണ്ടാൻ തയ്യാറാവാത്തവരാണ് ഈ കേരളത്തിലെ UDFന്റെ സിൻഡിക്കേറ്റ് സെനറ്റ് മെമ്പർമാർ. അവർ ഒരക്ഷരം മിണ്ടാതെ വിസിക്ക് പാദസേവ ചെയ്തിട്ട് ഇവിടെ വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോ, എന്നാ ഞങ്ങളുടെ പടം തെരഞ്ഞെടുപ്പാണല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോ എന്റെ തല, എന്റെ ഫുൾ ഫിഗർ ഒന്ന് ടിവിക്കകത്ത് വരുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളെ കണ്ടതുകൊണ്ട് മാത്രം UDFകാർ നടത്തിയ പ്രതിഷേധമായിരുന്നു അതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഒരക്ഷരം കൊണ്ട് ഒരു പ്രതിരോധവും KSUവിന്റെയോ UDFന്റെയോ പ്രതികൾ തീർത്തിട്ടില്ല എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവരും കൂടി ചേർന്നാണ് ഈ കൊള്ളരുതായ്മ കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, SFI ഇവിടെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സമരത്തിലാണ്. KSUവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? KSU എന്തുകൊണ്ടാണ് ഈ ജാതി അധിക്ഷേപത്തിനെതിരെ പ്രതികരിക്കാത്തത്? KSU എന്തുകൊണ്ടാണ് വിസിക്കെതിരെ പ്രതികരിക്കാത്തത്? KSU എന്തുകൊണ്ടാണ് RSSന്റെ സംഘപരിവാർ അജണ്ടക്കെതിരെ പ്രതികരിക്കാത്തത്? ഇടതുപക്ഷത്തിനെതിരെ ശബ്ദമുയർത്താൻ, അധികാര കസേരയ്ക്ക് വേണ്ടി വട്ടം ചുറ്റി പറക്കാൻ ഇവർ തയ്യാറാവുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സംഘപരിവാരത്തോട് നേർക്കുനേർ നിന്ന് രാഷ്ട്രീയം പറഞ്ഞ് പ്രതിരോധിക്കാൻ കേരളത്തിലെ KSUവിന് താഴെയില്ലാതെ പോകുന്നത്? ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമരം ഇവിടെ അവസാനിക്കുന്ന സമരമല്ല. തുടർച്ചയായി സർവകലാശാലയിൽ SFI സംഘടിപ്പിച്ചു വരുന്ന സമരങ്ങളുടെ തുടർച്ചയാണ് ഇവിടെ സർവകലാശാലയിൽ നാം നടത്തുന്നത്. വിജയകുമാരി ഏറ്റവും നല്ല RSS കുമാരിയാണ്. ആ RSS കുമാരിയാണ് ജാതി അധിക്ഷേപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഓരോ RSSകാരന്റെയും മനസ്സ് കട്ട പിടിച്ച ജാതിബോധത്തിന്റെ മനസ്സാണ്. കേരളത്തിലെ ഓരോ RSSകാരന്റെയും മനസ്സ് ജാതിബോധം കൊണ്ട്, മതവെറി കൊണ്ട്, വർഗീയത കൊണ്ട് കറുത്തിരുണ്ട് കട്ട പിടിച്ചു പോയ മനസ്സാണ്. സിഗരറ്റിന്റെ പരസ്യത്തിൽ ലെങ്സ് പിഴിയുമ്പോ കറുത്ത പുകയാണ് വരുന്നതെങ്കിൽ വർഗീയതയുടെ ഇരുണ്ട പുകയാണ് ഈ RSSകാരുടെ ഹൃദയത്തിൽ നിന്നും ശ്വാസകോശത്തിൽ നിന്നും ഇപ്പൊ വാക്കുകളിലൂടെയും കേരളത്തിന്റെ പുറത്തേക്ക് വരുന്നത്. സംഘപരിവാരം സംരക്ഷിക്കുമെന്നാണ് ഇവരെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇത് കേരളമാണ് എന്നൊരിക്കൽ കൂടി വിനയപൂർവ്വം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത്, ആകാശത്തുകൂടി സംഘപരിവാരത്തിന്റെ ചിറകിലേറി പറന്നു നടക്കുമ്പോ മോഹനം കുന്നുമലിനോട് ഞങ്ങൾ പലയാവർത്തി പറഞ്ഞു, ഭൂമിയിൽ ഇറങ്ങുമ്പോ പ്രതിഷേധം നിങ്ങൾക്ക് കാണേണ്ടി വരും. ഞാനൊരു ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കേരളത്തിലെമ്പാടും ആ ചിത്രം ഇപ്പൊ നിങ്ങളുടെ മുന്നിലുണ്ട്. തല കുമ്പിട്ട് കേൾക്കണം മാധ്യമ പ്രവർത്തകർ. സംഘപരിവാറിന്റെ ചിറകിലേറി ആകാശത്തുകൂടി വിലസിപ്പറന്നു നടന്ന, തന്നെ എതിരിടാൻ ഈ കേരളത്തിൽ ഒരുവനും വളർന്നിട്ടില്ലെന്ന അഹങ്കാരത്തിൽ നടന്ന തല ഈ കേരളത്തിനകത്ത് സംഘപരിവാറിന്റെ കട്ടത്തിലേക്ക് കൊണ്ട് തിരികെ കൊടുത്ത മോഹനം കുന്നുമലുണ്ടല്ലോ, ആകാശത്ത് പറന്നു നടന്ന ആ മോഹനം കുന്നുമൽ ഇന്ന് സർവകലാശാല സെനറ്റ് ഹാളിന്റെ ഭൂമിയിലേക്ക് വന്നപ്പോ തല കുമ്പിട്ട് നട്ടെല്ല് കുനിച്ച് ഒന്ന് തല ഉയർത്തി നോക്കാൻ പോലും കെൽപ്പില്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഈ കേരളത്തിന്റെ ജനകീയ പ്രതിരോധമെന്ന് RSSകാരൻ, സംഘപരിവാറുകാരൻ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിൽ ഞങ്ങളൊന്ന് മുണ്ടും മടക്കി കുത്തി ഇറങ്ങി പ്രതിരോധിക്കാൻ തീരുമാനിച്ചാലുണ്ടല്ലോ, വീടിന് പുറത്തേക്കിറങ്ങാൻ ഒരു സംഘപരിവാരത്തിന്റെ സംരക്ഷണയുണ്ടെങ്കിലും ഈ മഹാനുഭാവന് ആവില്ല എന്ന നല്ല ജാഗ്രതയും ബോധവും ഉണ്ടാവണം. ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കുന്നത്, സർവകലാശാലയിൽ ജാതി വിവേചനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ ഡീനിനെതിരായ
അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ VC സംഘപുത്രൻ മോഹനൻ കുന്നുമ്മൽ തയ്യാറായില്ലെങ്കിൽ വീടിന് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത നിലയിൽ പ്രതിരോധം ഈ കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാർത്ഥിത്വം തീർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കുന്നു. സഖാക്കളെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.